ഹലോ എവരി വൺ, ഇന്ന് ഡിസംബർ 6 തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. MOU റിന്യൂ ബിറ്റ്വീൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്സ് ഫോർ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്ര സർവീസ് എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്ര സർവീസിൻ്റെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു MOU റിന്യൂ ചെയ്തിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റും തമ്മിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ്, എ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വാസ് റിന്യൂഡ് ഫോർ 5 years ബിറ്റ്വീൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്സ് ഫോർ ദ continued accessibility of passport services through the post office passport seva kendras. അപ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രാസ് പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രാസ് വഴി പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സർവീസസിൻ്റെ ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു MOU റിന്യൂ ചെയ്തിരിക്കുന്നത് അടുത്ത 5 വർഷത്തേക്ക്. അപ്പോൾ ഇത് 2017 ലോഞ്ച് ചെയ്തത്. പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രാസ് സർവീസ് ഹാസ് ബീൻ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഫെസിലിറ്റേറ്റിംഗ് പാസ്പോർട്ട് റിലേറ്റഡ് സർവീസസ് ടു ഓവർ 1.52 crore citizens, particularly in rural and underserved areas, ensuring wider accessibility to passport services for citizens across India. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പ്രഹ്ലാദ് ജോഷി. അപ്പോൾ പ്രഹ്ലാദ് ജോഷി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്റ്ററാണ് ശ്രീ പ്രഹ്ലാദ് ജോഷി. അപ്പോൾ പ്രഹ്ലാദ് ജോഷി ലോഞ്ചസ് അന്ന ചക്ര ആൻഡ് സ്കാൻ പോർട്ടൽ ടു മോഡേണൈസ് ഇന്ത്യാസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS. അതായത് ഇന്ത്യയുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ടൽ അന്ന ചക്ര ആൻഡ് സ്കാൻ പോർട്ടലാണ് പ്രഹ്ലാദ് ജോഷി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. The Union Minister of Consumer Affairs, Food and Public Distribution and New and Renewable Energy, Shri Prahlad Joshi, launched Anna Chakra, the public distribution system supply chain optimization tool and scan subsidy claim application for NFSA portal, a significant step towards modernizing the public distribution system and subsidy claim mechanisms of the states. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ അന്ന ചക്ര PDS സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ സ്പിയർ ഹെഡഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലാൻഡ്മാർക്ക് ഇനീഷ്യേറ്റീവ് ടു എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് ദ PDS ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് അക്രോസ് ദ കൺട്രി. അപ്പോൾ അതൊക്കെ മോഡർണൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഈ അന്ന ചക്ര ആൻഡ് സ്കാൻ പോർട്ടൽ. അപ്പോൾ അത് ലോഞ്ച് ചെയ്തു. പ്രഹ്ലാദ് ജോഷിയാണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സൈൻ $50 million ലോൺ ഫോർ ക്ലൈമറ്റ് അഡാപ്റ്റീവ് വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊജക്ട് ഇൻ മേഘാലയ. അപ്പോൾ ക്ലൈമറ്റ് അഡാപ്റ്റീവ് വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊജക്ട് ഇൻ മേഘാലയയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്റും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും കൂടിയിട്ട് $50 million ലോൺ എഗ്രിമെൻ്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സൈൻഡ് a $50 million loan aimed at enhancing water security by constructing water harvesting systems to improve access to water and reducing community vulnerability against climate change impacts in Meghalaya. The signatories to the loan agreement for the climate adaptive community based water harvesting project in Meghalaya were Ms. Juhi Mukherjee, Joint Secretary, Department of Economic Affairs, Ministry of Finance for the Government of India, and Ms. Mio Oka, Country Director of Asian Development Bank's India Resident Mission for ADB. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു project will support construction of 532 small water storage facilities across 12 districts. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വഴി 532 സ്മോൾ വാട്ടർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആണ് കൺസ്ട്രക്ട് ചെയ്യുക 12 ഡിസ്ട്രിക്റ്റുകളിലായിട്ട്. These facilities will incorporate climate resilient designs to capture and manage heavy rainfall and flash floods during monsoon season. The stored water shall improve water security during dry season.
അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് റെസൈലിയൻറ്റ് ഡിസൈൻസ് ആണ്. ഇത് റെയിൻഫോൾ വഴി വരുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും മൺസൂണിൽ ജാസ്തി വെള്ളം വരുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും അതേപോലെ ഡ്രൈ സീസണിൽ യൂസ് ചെയ്യാൻ തക്കോണം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഈ ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊജക്റ്റ് കൊണ്ട് മേഘാലയയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ദ പ്രൊജക്ട് വിൽ ഡെവലപ്പ് 3000 hectares ഓഫ് കമാൻഡ് ഏരിയ ടു പ്രൊവൈഡ് റിലയബിൾ ഇറിഗേഷൻ ഏരിയാസ് ടു ഫാർമേഴ്സ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് യൂസസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ ഹാസ് അപ്രൂവ്ഡ് 2 startups ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് 2 സ്റ്റാർട്ടപ്സ് ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിൻ്റെ ഫീൽഡിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. സെക്രട്ടറി മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് ചെയർഡ് ദ 9th എംപവേർഡ് പ്രോഗ്രാം കമ്മിറ്റി മീറ്റിംഗ് അണ്ടർ ദ നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് മിഷൻ ടുഡേ. ദ കമ്മിറ്റി ഹാസ് അപ്രൂവ്ഡ് 2 startups വിത്ത് എ ഗ്രാൻഡ് ഓഫ് അപ്രോക്സ് 50 lakh rupees each. Under the Grand Research and Entrepreneurship Across Aspiring Innovators in Technical Textile Scheme. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് കുവൈറ്റ് ടു സെറ്റപ്പ് ജോയിൻറ്റ് കമ്മീഷൻ ടു എക്സ്പാൻഡ് ഓവറോൾ കോപ്പറേഷൻ. അപ്പോൾ ഇന്ത്യയും കുവൈറ്റും കൂടിയിട്ട് ഒരു ജോയിൻറ്റ് കമ്മീഷനാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയും കുവൈറ്റും തമ്മിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇന്ത്യ ആൻഡ് കുവൈറ്റ് ഡിസൈഡഡ് ടു സെറ്റപ്പ് എ ജോയിൻറ്റ് കമ്മീഷൻ ഫോർ കോപ്പറേഷൻ അറ്റ് ദ ഫോറിൻ മിനിസ്റ്റേഴ്സ് ലെവൽ which will act as an umbrella mechanism to comprehensively review and monitor the entire gamut of bilateral ties, officials said. അപ്പോൾ ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഓവറോൾ കോപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നമീബിയ എലക്ട്സ് ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ഇൻ ഡിസ്പ്യൂട്ടഡ് പോൾ. അപ്പം നമീബിയ അവരുടെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റിനെ എലക്ട് ചെയ്തിരിക്കുകയാണ്. ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിട്ടുണ്ട് പോളിങ്ങിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. അവരുടെ പേരാണ് ഫസ്റ്റ് ഈ പോയിന്റിൽ കൊടുത്തിട്ടുള്ളത്. നെടുംബോ നന്ദി ദായ്ത്വ from the governing Southwest Africa People's Organization has been voted in as Namibia's first female president after a disputed election. The Electoral Commission said she had won more than 57% vote, with her closest rival Pantuleni Itula getting 26%. അപ്പോൾ ക്ലോസസ്റ്റ് റൈവൽ, അതായത് സെക്കൻഡ് സ്ഥാനത്ത് റണ്ണറപ്പായി വന്നിട്ടുള്ളത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വന്നിട്ടുള്ളത് പാൻഡുലേനി ഇത്തൂലയാണ്. 26% വോട്ട്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നമീബിയയിലത്തെ ഇപ്പോൾ പ്രസിഡന്റ് എലക്റ്റ് ആയിട്ടുള്ള സ്ത്രീ, അതായത് നെതുംബോ നന്ദി ദായ്ത്വ, അവർക്ക് കിട്ടിയിട്ടുള്ളത് 57% വോട്ടാണ്. സ്വാപ്പോ ഹാസ് ബീൻ in power in large but a sparsely populated southern African country since independence in 1990. A party stalwart Nandi Daitwa, who is currently vice president, is a trusted leader having served in high government office for a quarter of a century. അതായത് 25 കൊല്ലം ഇപ്പോൾ ഈ ഹൈ ഗവൺമെൻറ് ഓഫീസിൽ സെർവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള നെതുംബോ നന്ദി ദായ്ത്വ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ലിഫ്റ്റ് 5th മെൻസ് ജൂനിയർ ഹോക്കി ഏഷ്യ കപ്പ് ടൈറ്റിൽ, ബീറ്റ് പാകിസ്ഥാൻ 5-3. അപ്പോൾ പാകിസ്ഥാനെ 5-3 എന്നുള്ള സ്കോറിൽ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ 5th മെൻസ് ജൂനിയർ ഹോക്കി ഏഷ്യ കപ്പ് ടൈറ്റിൽ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ഇൻ മെൻസ് ജൂനിയർ ഏഷ്യ കപ്പ് 2024, ദ ഇന്ത്യൻ ഹോക്കി ടീം ട്രയംഫ്ഡ് ഓവർ their arch rivals Pakistan, securing a 5-3 victory to claim their record-extending 5th title. The match, held in Muscat, Oman, was a roller coaster of emotions as both teams battled fiercely
ഫോർ ദ പ്രസ്റ്റീജിയസ് ട്രോഫി. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യാസ് GDP ഗ്രോത്ത് എയിം ഫോർ ഫിസിക്കൽ ഇയർ 25 ഫർദർ സ്ലാഷ്ഡ് ടു 6.3% ബൈ മോർഗൻ സ്റ്റാൻലി. അപ്പോൾ ഇന്ത്യയുടെ GDP ഗ്രോത്ത് എയിം ഫോർ ഫിസിക്കൽ ഇയർ 25 ഫർദർ സ്ലാഷ് ചെയ്തിരിക്കുകയാണ്, കമ്മിയാക്കിയിരിക്കുകയാണ്. ഗ്രോത്ത് ഫോർകാസ്റ്റ് 6.3% ആക്കിയിരിക്കുകയാണ് മോർഗൻ സ്റ്റാൻലി. അത് മുമ്പ് അവർ എസ്റ്റിമേറ്റ് ചെയ്തത് 6.7% ആയിരുന്നു. ഇപ്പോൾ GDP സ്ലോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ ഫർദർ സ്ലാഷ് ചെയ്തിട്ട് ഫോർകാസ്റ്റ് അവർ സ്ലാഷ് ചെയ്തിട്ട് 6.3% ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ ഇന്ത്യസ് GDP ഗ്രോത്ത് സ്ലോഡ് ടു 5.4% ഇയർ ഓൺ ഇയർ ഇൻ ദ ജൂലൈ-സെപ്റ്റംബർ ക്വാർട്ടർ ഓഫ് 2024, മാർക്കിംഗ് ഇറ്റ്സ് ലോവസ്റ്റ് ലെവൽ സിൻസ് മാർച്ച് 2023. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് ശരിക്കുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 5.4% ആണ് ഇയർ ഓൺ ഇയറിൽ ഗ്രോ ചെയ്തിട്ടുള്ളത്. അതായത് ജൂലൈ-സെപ്റ്റംബർ ക്വാർട്ടറിൽ 2024 ഇൻക്രീസ് ആയിട്ടുള്ളത് 2023 അപേക്ഷിച്ച് ഇൻക്രീസ് ആയിട്ടുള്ളത് ജസ്റ്റ് 5.4% ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വേൾഡ് സോയിൽ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 5th ഡിസംബർ ആണ്. World Soil Day is held annually on 5th December as a means to focus attention on the importance of healthy soil and to advocate for the sustainable management of soil resources. അപ്പോൾ സോയിൽ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 5th ഡിസംബർ ആണ്. എല്ലാ വർഷവും സോയിൽ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 5th ഡിസംബർ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെബി ഇമ്പോസസ് 9 lakh rupees fine on Reliance Securities for flouting market norms. അപ്പോൾ സെബി ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് 9 lakh rupeesൻ്റെ ഫൈനാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് ഓൺ റിലയൻസ് സെക്യൂരിറ്റീസിന് ഫോർ ഫ്ലൗട്ടിംഗ് മാർക്കറ്റ് നോംസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇമ്പോസ്ഡ് എ 9 lakh rupees monetary penalty on Reliance Securities for flouting market norms and stock broker rules. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന്. അപ്പോൾ സെബി 9 ലക്ഷം രൂപ റിലയൻസ് സെക്യൂരിറ്റീസിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത് മാർക്കറ്റ് നോംസ്, മാർക്കറ്റ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്തതിൻ്റെ, ലംഘിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു ഫൈന് പെനാൾട്ടി ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇമ്പോസ്ഡ് 9 lakh rupees monetary penalty on Reliance Securities for flouting മാർക്കറ്റ് നോംസ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കർ റൂൾസ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഓസ്ട്രേലിയൻ ടെന്നീസ് ഗ്രേറ്റ് നിയാൽ ഫ്രേസർ ഡൈസ് ഏജ്ഡ് 91. അപ്പോൾ ഓസ്ട്രേലിയൻ ടെന്നീസ് ഗ്രേറ്റ് പ്ലെയറായ നിയാൽ ഫ്രേസർ 91-ാമത്തെ വയസ്സിൽ അന്തരിച്ചു എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. UPI റൂൾ ചേഞ്ചസ്, UPI ലൈറ്റ് ട്രാൻസാക്ഷൻ വാലറ്റ് ലിമിറ്റ് ഹൈക്ഡ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചാൽ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ UPI റൂൾസ് ചേഞ്ച് ആയിരിക്കുകയാണ്. UPI ലൈറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് വാലറ്റ് ലിമിറ്റ് ഹൈക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. The Reserve Bank of India has increased the transaction limit for offline digital payments through UPI Lite. The move can benefit many people, especially those who live in places with a poor internet connectivity. UPI Lite transactions are offline in the sense that there is no need to enter a UPI PIN while making payments. അപ്പോൾ UPI Lite വഴി നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ എമൗണ്ട് കുറച്ച് കമ്മിയായിട്ട് പേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും UPI PIN നമുക്ക് ഓരോ പ്രാവശ്യത്തെ ട്രാൻസാക്ഷൻസിനും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ the RBI has hiked the per transaction limits on UPI Lite from 500 to 1000 rupees. അപ്പോൾ UPI Lite വഴി നമുക്ക് ഇതുവരെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റിയിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 500 rupees ആയിരുന്നു. ലിമിറ്റ് 500 rupees വേണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് 1000 രൂപ വേണമെന്നാണ് പറയുന്നത്. The overall wallet limit of UPI Lite has also been raised from 2000 to 5000. അതേപോലെ മാക്സിമം ലിമിറ്റ് 2000 ആയിരുന്നു. 500 തൊട്ട് 2000 വരെയുള്ള ട്രാൻസാക്ഷനാണ് ആദ്യം പറ്റിയിരുന്നത്. ഇപ്പോൾ 1000 തൊട്ടിട്ട് 5000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് UPI Lite വഴി ചെയ്യാൻ സാധിക്കും.
UPI Lite is designed to enable instant low-value offline payments which form the bulk of retail payments made across India. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. US approves $1.17 billion deal for support systems for MH-60R helicopters. അപ്പോൾ US അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. $1.17 billion ഡീലാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് സിസ്റ്റംസ് ഫോർ MH-60R ഹെലികോപ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഔട്ട്ഗോയിങ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ജോ ബൈഡൻസ് അഡ്മിനിസ്ട്രേഷൻ നോട്ടിഫൈഡ് ദ US കോൺഗ്രസ് ഓഫ് ഇറ്റ്സ് ഡിസിഷൻ ടു അപ്രൂവ് ദ സെയിൽ ഓഫ് MH-60R മൾട്ടി മിഷൻ ഹെലികോപ്റ്റർ എക്യുപ്മെൻറ്റ് and related supplies at estimated cost of $1.17 billion. അപ്പോൾ ഹെലികോപ്റ്ററും അതേപോലെ മൾട്ടി മിഷൻ ഹെലികോപ്റ്ററായ MH-60R ഒക്കെ അങ്ങനത്തെ ഒരുപാട് അവരുടെ ഔട്ട്ഡേറ്റഡ് സ്റ്റോക്സ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഡ്രോൺസിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ MH-60R മൾട്ടി മിഷൻ ഹെലികോപ്റ്ററൊക്കെ അവർ സെയിൽ ചെയ്യാൻ പോവുകയാണ്. 1.17 ബില്യൺ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് $1.17 billion ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് കിടക്കാം. ദ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻസ് അപ്രൂവൽ ഓഫ് ദ സെയിൽ ഓഫ് എ മേജർ ഡിഫൻസ് എക്യുപ്മെന്റ് ടു ന്യൂഡൽഹി കം വീക്സ് അഹെഡ് ഓഫ് completion of its 4-year term with the president-elect Donald Trump stated to be sworn in as the 47th US president on January 20, 2025. അപ്പോൾ ഇവർ സെല്ല് ചെയ്യുന്നത് ഇന്ത്യക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യക്കാണ് ഇത് സെല്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എലോൺ മസ്ക് അതേപോലെ ഡൊണാൾഡ് ട്രംപ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഡ്രോൺസിലേക്കാണ്. ഡ്രോൺസിൻ്റെ പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ അത് നിർമ്മിക്കാനാണ് കൂടുതൽ ക്യാഷ് ചിലവാക്കേണ്ടത്, അല്ലാതെ ഇത് ഹെലികോപ്റ്റർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ശരിയാണ്. അപ്പോൾ അവർ വിറ്റഴിക്കുന്നത് ഇന്ത്യയിലേക്കാണ്. കാരണം അത് ചിലവാക്കുന്നത് ഇന്ത്യയിലേക്ക് അവർ വിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യ അത് വാങ്ങണമുണ്ട്. ഓൺ March 6th the Indian Navy commissioned its first squadron of the then newly introduced MH-60R Seahawk multi-role helicopter at INS Garuda Kochi. അപ്പോൾ March 6th ഇന്ത്യൻ നേവി കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്ക്വാഡ്രൺ ഓഫ് ദ ദെൻ ന്യൂലി ഇൻഡക്റ്റഡ് MH-60R സീഹോക്ക് മൾട്ടി റോൾ ഹെലികോപ്റ്റർ INS ഗരുഡ കൊച്ചിയിൽ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ നേവി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 4th December ആണ്. എല്ലാ വർഷവും 4th December ആണ് ഇന്ത്യൻ നേവി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേവി ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ദ കൊമമറേഷൻ ഓഫ് ഓപ്പറേഷൻ ട്രൈഡൻറ്റ് ഡ്യൂറിങ് ദ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ. അപ്പോൾ ഈ ഓപ്പറേഷൻ ട്രൈഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഒബ്സർവേഷനായിട്ട് കൊമമറേഷനായിട്ടാണ് നേവി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിലെ ഓപ്പറേഷൻ ട്രൈഡൻറ്റിനെ സൂചിപ്പിക്കാനാണ് ഈ ഒരു ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ദിസ് ഡേ ദ നേവി ലോഞ്ച്ഡ് എ സക്സസ്ഫുൾ അറ്റാക്ക് ഓൺ പാകിസ്ഥാൻസ് കീ പോർട്ട് സിറ്റി കറാച്ചി. അപ്പോൾ ഇന്ത്യൻ നേവി പാകിസ്ഥാൻ കീ പോർട്ട് സിറ്റിയായ കറാച്ചിയിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ദിസ് ഓപ്പറേഷൻ നോട്ട് ഓൺലി മാർക്ക്ഡ് എ മേജർ മിലിറ്ററി വിക്ടറി ബട്ട് ഓൾസോ ഷോക്കേസ്ഡ് ഇന്ത്യാസ് ഗ്രോയിങ് നേവൽ പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഓപ്പറേഷൻ നോട്ട് ഓൺലി മാർക്ക്ഡ് എ മേജർ മിലിറ്ററി വിക്ടറി മാത്രമല്ല ഷോക്കേസ്ഡ് ഇന്ത്യാസ് ഗ്രോയിങ് നേവൽ പവർ ആൻഡ് ഇൻഫ്ലുവൻസ് കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ വളണ്ടിയർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 5th December ആണ്. International Volunteer Day, commonly known as IVD, is celebrated on 5th December every year. It started as an international observance mandated by the United Nations General Assembly in 1985. It is a day where volunteers are acknowledged and the spirit of volunteerism is promoted at the local, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽസ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് ഇൻ്റർനാഷണൽ വളണ്ടിയർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 5th December ആണ് എല്ലാ വർഷവും. അപ്പോൾ ഇത് തുടങ്ങിയത് ഇൻ്റർനാഷണൽ ഒബ്സർവൻസ് മാൻഡേറ്റഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി 1985
അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ ഡേ വെർ വളണ്ടിയേഴ്സ് ആർ അക്നോളജ്ഡ്. അപ്പോൾ വളണ്ടിയേഴ്സിനെ അക്നോളജ് ചെയ്യാനും അവരുടെ സ്പിരിറ്റ് ഓഫ് വളണ്ടിയറിസം, വളണ്ടിയേഴ്സായി വരാനുള്ള സ്പിരിറ്റ്, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർനാഷണൽ വളണ്ടിയർ ഡേ ആയിട്ട് 5th ഡിസംബർ എല്ലാ വർഷവും ഒബ്സർവ് ചെയ്ത് വരുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.